നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു പാർക്കർ ഹൊറർ അങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്ന ഇതൊരു ഫണ്ണായിട്ടുള്ള ഗെയിം ആട്ടോ. അപ്പൊ ഇതിനകത്ത് ചെറിയ രീതിക്ക് ഹൊറർ എന്നും പറയാം, ഒരു പാർക്കറും അങ്ങനത്തെ ഒക്കെ സംഭവം വരുന്ന ഒരു ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിം ആട്ടോ. അപ്പൊ ഈ ഗെയിമിന്റെ ഒക്കെ കുറെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് കളിച്ചു വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗെയിം ജൂലൈ 4th 1946 എന്നാട്ടോ കാണിക്കണേ. ജർമ്മൻ ഒക്യുപ്പൈഡ് വയോമിങ്ങോ എന്താ അങ്ങനെന്താണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഹലോ ബ്രോ, ഇവനെന്താ എന്ത് ഫാസ്റ്റിലാണ് അവർ ഓടുന്നത്. ഒരു അസ്ഥികൂടം കേട്ടോ. എന്താ സ്പാനിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതെനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കേട്ടില്ല കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കും നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കും കേട്ടോ. ഇതിനെന്തോടെ പറയണത്, ഇതിനകത്ത് ഒരുമാതിരി നമ്മുടെ ബ്രെയിൻ ഡ്രോട്ട് ഒക്കെ പറയുന്ന അങ്ങനത്തെ സംഭവം കേട്ടോ. ഏതോ ഒരു സ്പാനിഷിൽ എന്താണ് പറയണത്. നമുക്കത്തെ എന്തൊരു പറയുക ചാടായിട്ടാണ്. നമ്മളപ്പോ ചാടിയിട്ടുണ്ട്. നമ്മളപ്പോ ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ കേട്ടോ. ഇതെന്തോ ഇവന്റെ സംസാരം കേട്ട് ചിരി വരുന്ന കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത ലെവൽ എടുത്തിട്ടുണ്ട്. നമ്മളപ്പം അപ്പൊ ഇവിടെ 2 വഴിയുണ്ട്. ഇവിടെ ലാവ, ഇതിനകത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്ന്. ഇവിടെ വേറൊരു വഴിയുണ്ട്. നമ്മളപ്പം ഇങ്ങനെ ആയിരിക്കും പോകേണ്ടത്. ഇതെന്താ തേങ്ങിയ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇനി ഇതേ വഴി പോകാൻ പറ്റുമോ? അപ്പൊ ഗായ്സ് ഇത് നോക്കിയേ, ഇത് നമ്മളെ ഒരുമാതിരി പറ്റിക്കുന്ന രീതിയിലുള്ള ഗെയിം ആട്ടോ. എല്ലാത്തിനും ഓപ്പോസിറ്റ്. ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. നമ്മളപ്പം ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നേരെ താഴത്തോട്ട് വീണ് തീരും. ലാവയുടെ മേളിൽ കൂടെ നടക്കാൻ പറ്റുന്നത്. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് ഗെയിം മനസ്സിലായിരിക്കുന്നു. നമ്മളപ്പോ എല്ലാം കുറച്ച് നമ്മളപ്പോ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഗെയിമിനകത്ത് ലോജിക്കിന്റെ ഒരു പ്രസക്തി എനിക്കില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നമുക്ക് ഈ ഗെയിമിനകത്ത് ജയിക്കാൻ വരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ലാവയെ കൂടെ നടക്കാൻ പറ്റുന്നത്. ഇത് കൊള്ളാൻ സംഭവം. ഇപ്പഴല്ലേ പിടി കിട്ടിയത്. അങ്ങനെ പറ. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ, ഐ കീപ് ഗെറ്റിംഗ് ഹാർട്ട് ആൻഡ് ഐ നീഡ് ടു എന്തോ ഒക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കും അതെന്തോന്ന് അതെന്താ തേങ്ങ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പോയപ്പോഴല്ലേ വീണത് ഞാൻ. ഗായ്സ് ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അല്ലല്ല. ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അതാണ് പണി കിട്ടിയത്. ഞാൻ ചെന്ന് അങ്ങോട്ട് പോകുമ്പോ വീണ എന്താന്ന്. അപ്പോൾ അടുത്ത ലെവലായിട്ടുണ്ട്. ഇവിടുന്ന് ചാടണം. ഇവിടെ ഒരു സംഭവമുണ്ട്. അവിടുത്തെ ചാടിയിട്ട് ചാടാൻ മറക്കാന്നില്ല. ഒന്നൂടെ ഇനി ഇതിനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാടി റെഡി 1 2 3. മോനൂസേ ഇതെന്തോന്നത്. സംഭവം നീങ്ങിപ്പോയി. കോപ്പ്. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങോട്ട് നീങ്ങിപ്പോവും. കണ്ട എടാ മോനൂസ് എങ്ങനെയാണിക്ക്. അത് തന്നെ. ഇതൊക്കെ നിസ്സാരം. ഇവിടുന്ന് ചാടാനായിട്ട് കുറച്ച് പാടാണെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടുന്ന് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്ത ലെവലൊക്കെ എങ്ങനത്തെയാണെന്നൊരു പിടുത്തമില്ല കേട്ടോ. സംഭവം തന്നെ ഗെയിം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഗെയിമൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടുന്ന് എന്തോ ഉണ്ടല്ലോ, നമുക്ക് താഴോട്ട് ചാടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ അനങ്ങാൻ നിൽക്കണം. അനങ്ങാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ. നോക്കണേ. അല്ലല്ല, നമ്മളെ കുറച്ച് പുറകോട്ട് ഇറങ്ങിക്കണം തോന്നുന്നു സംഭവം. അത് തന്നെ പരിപാടി. ഇപ്പൊ ഇങ്ങോട്ട് വരുമായിരിക്കും.
അത് തന്നെ. ഇനി ഇതിന്റെ പുറകെ നമ്മൾ പോകണം തോന്നുന്നു. ഇതിങ്ങനെ ഒരു തോന്നുന്നു. അത് തന്നെ, അത് തന്നെ. ഇതൊക്കെ നിസ്സാരം. ഇതൊക്കെ ഒന്നും ഇല്ല, സിമ്പിള്. എടാ അത് കൊള്ളാം. ഞാൻ പുറകോട്ട് പോകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവനോടെ ലാഭ കൊണ്ടിട്ടത്. അപ്പൊ ഗൈസ് ഇത് മറ്റേ ഗെയിം കണക്കാട്ടോ. നമ്മുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഗെയിം ഉണ്ട് ഈ ഇടയ്ക്ക്, ഒരു സൈഡ് വ്യൂ എന്നൊരു ട്രെൻഡിങ് ആയ ഗെയിം ഉണ്ടായിരുന്നു. എന്തോ ഒരു ഹെല്ലോ എങ്ങനെ കണ്ടാണ് ആ ഗെയിമിന്റെ പേര് വരുന്നത്. ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ ടീമന്മാരിനകത്ത് കൊടുത്തിരിക്കണേ. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇച്ചിരി കുറച്ച് ഫാസ്റ്റ് കൂടിപ്പോയി. നമ്മളപ്പോ പതിയെ പോണം. പോരും ഇത് കുറച്ച് സ്ലോ ആയിട്ട് പോണേ. ഇതെന്തോടെ പരിപാടി? വെയിറ്റ് ചെയ്യാം. ഓ, അവിടെ അനങ്ങിയില്ല സംഭവം. ഇതിനകത്ത് എന്തോ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തോ ഒരു പരിപാടി ഉണ്ട്. ചാടിക്കഴിഞ്ഞ ഓ, എന്റെ പൊന്നു, അവിടെ ചാടാൻ പറ്റത്തില്ല തോന്നട്ടെ എനിക്ക്. ശേ, അതെന്തു വരുന്നു അവിടെ? എന്തോട് ചെയ്യണ്ടേ? ഓ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോർമലി ചാടിയാ മതി. അപ്പൊ ഗായ്സ് ഇത് കുറച്ച് സീനാന്ന് തോന്നുന്നു. ഓക്കെ. ഓ എന്റെ പൊന്നോ, അതെന്തോന്ന്? ചടിക്കോ. ഓ, ചാടി. അടുത്തടുത്ത് ചാടി. വിരല്. ഓ, ജസ്റ്റ് മിസ്. അപ്പൊ ഗായ്സ് ഇവിടെ എന്താ പരിപാടി ഉണ്ട് ഇവന്മാര്? എന്റെ പൊന്നോ, ഇത് കൂടെ എങ്ങനെ പോട്ടെ ഞാൻ? അപ്പൊ ഗായ്സ് ഇതിലും വഴി ഞാൻ എങ്ങനെ പോവും? ഓ, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് വന്ന കേട്ടോ. എനിക്കറിയാം അവന്മാരെന്തെങ്കിലും ഉടായിപ്പരുന്ന് കാണിച്ചു വെക്കുമെന്ന്. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. നമ്മൾ ചാടിക്കഴിഞ്ഞ് എന്തെങ്കിലും പഴുവെന്ന് തോന്നുന്നു എനിക്ക്. വന്നില്ല, സീനൊന്നും ഇല്ല. ഇത് ചാടിക്കുമ്പോ എന്തെങ്കിലും വരും. അത് അപ്പൊ അവിടെ നമ്മൾ ചാടണം തോന്നുന്നു. അത് തന്നെ, ചാടണം. ഓക്കെ. ഓ, ഇവന്മാര് അതവരെ ലോജിക്കോടെ വെച്ചു. എന്തോ നമ്മളപ്പോ അത് ലോജിക്കൽ എന്ന് വെച്ചപ്പോ അവന്മാരെ ലോജിക്കോടെ വെച്ചത്. അപ്പോ എന്തായാലും ഇവിടുന്ന് ചാടി. ഓ, എന്ത് തേങ്ങയത്. ഓക്കെ, വേറെ എന്താ പരിപാടി ഉണ്ട്? നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നത്. ഓ, ഇപ്പൊ ഗായ്സ് നമ്മൾ തോറ്റ് വന്നപ്പോഴത്തേക്കും അവന്മാര് നമുക്കൊരു വഴിയൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. അത് കൊള്ളാം. ഇവിടെ എന്താ എഴുതി കാണിച്ചല്ലോ, ഇവിടെ നിന്നെന്തോ പരിപാടി ഉണ്ട്. എന്തോ സംഭവം?
ഓ ഷേ ഇതെങ്ങനെ ചാടും? ഇതെങ്ങനെ? ഓ ഇത് നേരെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയ്ക്ക് അവന്മാർ എന്തെങ്കിലും ഉടായ്പ കാണിച്ചു വെക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ. എനിക്കറിയാം വരുമെന്നത്. നമ്മളപ്പോ ഇവിടെ നിക്കണം. അത് തന്നെ. നമുക്കൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വാ 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 ഓടി വാ. ഗായ്സ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഓ വേറെന്തോ ഉണ്ട് ഇവിടെ. നമ്മൾ വേറെന്തോ പരിപാടി ചെയ്യണം. അങ്ങനല്ല ഇവിടെ. എന്താണ് ഇവിടെ ചെയ്യണ്ടേ? ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. നമുക്കൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നടക്കുമായിരിക്കും. ഓ നമ്മൾ ചാടി. ഓ നമ്മൾ ചാടണമായിരുന്നു കേട്ടോ അങ്ങനെ. എന്തോന്ന്? അപ്പൊ ഗായ്സ് എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പത്തേക്ക് നമ്മൾ ഇതിന്റെ അടുത്ത ലെവലും സംഭവങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ കളിക്കുന്നതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കൂടെ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിപ്പം റോഡ് ടു 100 സബ് ആണ്. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോക്ക് കാണാം.